ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സിനകത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളും വെക്കാൻ പറ്റില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും ഓരോരുത്തരൊന്നും ഇങ്ങനെ ചോദിച്ചായിരുന്നു, പേഴ്സിൽ ഓരോന്ന് വെക്കുന്നതിനെ പറ്റി ഇങ്ങനെ കാര്യങ്ങളൊന്നും കൂടെ പറയാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പറയുന്നത് കേട്ടോ. ഇത് ലാസ്റ്റാണ്, ഇനി ഞാൻ വരികയല്ല കേട്ടോ. കാര്യം വെച്ച് ഞാനും പറഞ്ഞിതായി, പക്ഷേ അതിനകത്ത് പറയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കാം. അപ്പം നമ്മുടെ വീട്ടിൽ പേഴ്സിനകത്ത് നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ, വീട്ടിനകത്ത് തന്നെയല്ല നമ്മൾ കൊണ്ടു നടക്കുന്ന പേഴ്സിനകത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ വെക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വെച്ചാൽ ദാരിദ്ര്യം മാത്രമേ നമ്മുടെ വീട്ടിലുണ്ടാവുകയുള്ളൂ. ഭയങ്കര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാരിദ്ര്യമായിരിക്കും. പൈസ ഉണ്ടെങ്കിലേ വീട്ടിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കുകയുള്ളൂ. പൈസ ഉണ്ടെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകുകയില്ല. അപ്പോൾ നമ്മൾ ആ പൈസ സൂക്ഷിക്കുന്നത് തന്നെ പേഴ്സിനകത്താണെങ്കിൽ ആ പേഴ്സ് നമ്മൾ സൂക്ഷിക്കേണ്ട രീതിയാണ് പറയുന്നത് കേട്ടോ. എല്ലാ സാധാരണക്കാരുടെ കയ്യിലും കൂടുതലും പേഴ്സാണ് അവർ കൊണ്ടു നടക്കുന്നത്. അതിനകത്താണ് പൈസയും കാര്യങ്ങളൊക്കെ അവർ വെക്കുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ പേഴ്സിനകത്ത് ആദ്യം തന്നെ നമുക്ക് വെക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡില്ലേ, അത് നമ്മൾ ഉപയോഗിക്കാത്ത ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. ഉപയോഗശൂന്യം നമ്മളത് ഉപയോഗിച്ച് അത് കൊള്ളിയല്ല. എന്നാലും നമ്മൾ ചില മനുഷ്യർ അങ്ങനെയാണ്, നമ്മളത് കളയത്തില്ല, നമ്മുടെ കയ്യിൽ തന്നെ അങ്ങ് വെച്ചേക്കും. ATM കാർഡ് ചിലപ്പോൾ നമ്മുടെ ഇത് നഷ്ടപ്പെട്ടു പോയി കഴിയുമ്പോൾ നമ്മൾ അടുത്ത ATM കാർഡിന് അപ്ലൈ ചെയ്ത് ആ ATM കാർഡ് വന്ന് അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോഴായിരിക്കും നമ്മുടെ പഴയ പോയ ATM കാർഡ് എവിടെ നിന്ന് നമുക്കൊന്ന് കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ ചെയ്യും, അതും കളയല, അതും കൂടി ഈ പേഴ്സിനകത്ത് നമ്മൾ തിരികെ വെക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ പേഴ്സിനകത്ത് വെക്കരുത്. അതൊക്കെ നമുക്ക് ഉപയോഗശൂന്യമായ കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതുകൊണ്ടൊരു ഉപയോഗവും ഇല്ല. അപ്പോൾ അത് നമുക്ക് ഒരു നെഗറ്റീവാണ് നമ്മുടെ പേഴ്സിനകത്ത് വരുത്തുന്നത്. അത് ഒരു കാര്യം. പിന്നെ പേഴ്സിനകത്ത് താക്കോൽ ഉപയോഗിക്കുന്നവരുണ്ട്. മിക്കവരും ഒന്നെങ്കിൽ വണ്ടിയുടെ താക്കോൽ, ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ടെങ്കിൽ 2 താക്കോൽ തന്നെ കാണുമല്ലോ. ഒരു താക്കോൽ നമ്മൾ ഉപയോഗിക്കും, മറ്റൊരു താക്കോൽ നമ്മൾ പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു കുഞ്ഞുറയിൽ സൂക്ഷിച്ചേക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പേഴ്സിനകത്തുനിന്ന് ഒഴിവാക്കുക. അതുമൊക്കെ നമുക്കൊരു നെഗറ്റീവാണ് വരുത്തുന്നത്. താക്കോൽ അത് പെരയുടെ ആണെങ്കിലും നമ്മുടെ വണ്ടിയുടെ ആണെങ്കിലും ഒന്നിൻ്റെ താക്കോൽ പേഴ്സിനകത്ത് വെക്കാതിരിക്കുക. അതും നമുക്ക് പണത്തെ ആകർഷിക്കാനുള്ള ഒരു മാറ്റി ഒരു നെഗറ്റീവാണ് നമ്മുടെ പേഴ്സിനത് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് ബ്ലേഡ്, കത്രിക, പിന്നെ സൂചി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ചിലർ പേഴ്സിനകത്ത് വെച്ചേക്കും. എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒന്ന് മുറിക്കാൻ അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന കുഞ്ഞ് സൈസ് കത്രികളൊക്കെ കിട്ടും. അപ്പോൾ അതുമൊക്കെ പേഴ്സിൻ്റെ എവിടെയെങ്കിലും അത് തിരികെ വെച്ചേക്കും. അതൊന്നും നിങ്ങൾ അങ്ങനെയൊന്നും വെക്കാതിരിക്കുക. അതൊക്കെ നമ്മുടെ ഇതെന്ന് ഭയങ്കര ദാരിദ്ര്യം വരുത്തുമെന്ന് പറയുന്നത് വീട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പേഴ്സ് സൂക്ഷിച്ചാൽ. അതുമൊക്കെ നമ്മൾ ഒഴിവാക്കിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ പേഴ്സിനകത്ത് വെക്കാതിരിക്കുക. താക്കോല്, ഈ കത്രിക, സൂചി, അതുപോലെ ബ്ലേഡ്, കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള സാധനങ്ങളൊന്നും, അങ്ങനെ ഈ മുറിക്കുന്ന കുറിച്ചുള്ള സാധനങ്ങളൊന്നും നമ്മൾ പേഴ്സിനകത്ത് വെക്കാതിരിക്കുക. അതൊക്കെ എടുത്ത് മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനും ചെയ്യുമായിരുന്നു കേട്ടോ. ഞാനിതൊക്കെ കണ്ടതിന് ശേഷമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പേഴ്സിൽ നിന്ന് മാറ്റി തുടങ്ങിയത്. നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു സാധനം മേടിക്കാൻ പോയി, അല്ലെങ്കിൽ ഒരു തുണിക്കടയിൽ കയറി, അല്ലെങ്കിൽ നമ്മളല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോപ്പിങ്ങിനൊക്കെ കയറിയാൽ അവിടെ നിന്ന് കിട്ടുന്ന ബില്ല് നമ്മൾ ആ പേഴ്സിനകത്ത് വെച്ചേക്കും. എന്നാത്തിനാണ് വെക്കുന്നത് നമുക്കും അറിയാൻ മേല, ആ ബില്ലിനും അറിയാൻ മേല. കാര്യം നമ്മളത് എമൗണ്ട് കൊടുത്ത് തീർത്തേച്ച് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു ബില്ലാണ്. അതുകൊണ്ട് നമുക്കിനി ആവശ്യങ്ങളില്ല. അതല്ല, ഇനി അതിന് ഗ്യാരണ്ടി ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന ഒരു ബില്ലാണെങ്കിൽ അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒരു ഫയലിനകത്തോ വല്ലതും അത് സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഈ പേഴ്സിനകത്ത് നമ്മൾ വെക്കാതിരിക്കുക. അങ്ങനെയുള്ള ബില്ലും കാര്യങ്ങളും ഒക്കെ നമ്മൾ വെക്കുന്നത് ഭയങ്കര ഒരു നെഗറ്റീവാണ് നമുക്ക്. അത് മിക്കവരും കാണിക്കുന്നൊരു, അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും എല്ലാം ചെയ്യാറുണ്ട്. ആ ഒരു ബില്ല് നമുക്ക് കിട്ടുമ്പോഴേ നമ്മളത് പേഴ്സിലോട്ട് തന്നെ അങ്ങ് വെക്കും. അല്ലെങ്കിൽ നമ്മൾ പോക്കറ്റിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്കത് ആവശ്യമില്ലെടുത്ത് ദൂരെ കളഞ്ഞേക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പേഴ്സിനകത്ത് അങ്ങനെ ബില്ലുകൾ വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ അത് കളയുക. പിന്നെ അതുപോലെ നമുക്ക് മരുന്നിൻ്റെ ചീട്ട് തരും. എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് നമ്മൾ മരുന്ന് മേടിക്കുമ്പോൾ ഡോക്ടർമാർ എഴുതി തരുന്നത്, അത് നമുക്കത് മേടിച്ചിട്ട് നമുക്ക് പിന്നീടും ആ മരുന്ന് ആവശ്യമുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യും, നമ്മുടെ പേഴ്സിൽ തന്നെ ആ ബില്ല് വെക്കുക. അത് കൂടുതലും എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലും വെച്ചാൽ ഒന്നെങ്കിൽ മറന്നു പോകും, ഇതല്ലെങ്കിൽ എന്തിനും പറ്റും. അങ്ങനെ പോകാതെ നിങ്ങൾ എവിടെയെങ്കിലും നല്ല ഒരു ഫയൽ മേടിച്ച് അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുക. അപ്പം നമുക്കതൊരു ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പേഴ്സിൽ വെക്കാതിരിക്കുക, അത് പേഴ്സിൽ നിന്ന് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ പേഴ്സിനകത്ത് ഇങ്ങനെയുള്ള മരുന്നിൻ്റെ ബില്ലുകൾ, പിന്നെ ഈ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്ന നമുക്ക് ഭയങ്കര നെഗറ്റീവാണ്. പിന്നെ ഉള്ളവർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, പണയം വെക്കുന്ന രസീത്. അതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം പിന്നീട് നമുക്കത് എടുക്കാൻ ചെല്ലണമെങ്കിൽ ആ രസീത് ഇല്ലെങ്കിൽ നമുക്ക് സാധനം തിരിച്ച് കിട്ടുകയില്ല. അതുകൊണ്ടാണ് നമ്മളിത് പേഴ്സാണ് സേഫായിട്ടൊരു സ്ഥലമെന്ന് പറഞ്ഞ് നമ്മൾ വെക്കുന്നത്. അതെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അത് ആരുടെയും കുറ്റങ്ങളല്ല, എല്ലാവരും ഞാൻ
ഞാനും ഒക്കെ അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ആരും കുറ്റങ്ങളല്ല. അങ്ങനെയുള്ള ബില്ലുകൾ നമ്മൾ ആ പേഴ്സിനകത്ത് വെക്കാതിരിക്കുക. നമ്മൾ പണയം വെക്കുന്നതിൻ്റെയൊക്കെ അതൊക്കെ നമ്മളൊരു കടമായിട്ടാണ് അതൊക്കെ വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പേഴ്സിൽ വെക്കാതിരിക്കുക, ആ ബില്ലെടുത്ത് മാറ്റുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോണൊക്കെ എടുക്കാൻ പോകുമ്പം അതിൻ്റെ എന്നയിലൊക്കെ ഒരു പേപ്പറോ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതും നമ്മൾ പേഴ്സിൽ സൂക്ഷിക്കുന്നവരുണ്ട്. അതും പേഴ്സിൽ സൂക്ഷിക്കാതിരിക്കുക. അതുമൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, അതും പേഴ്സിൽ സൂക്ഷിക്കരുത്. പിന്നെ നമ്മൾ ചെയ്യുന്നവരുടെ ചില നോട്ടുകൾ എത്ര മുഷിഞ്ഞ് പന്നം പറഞ്ഞ നോട്ടായാലും നമ്മളത് കളയില്ല. നമ്മുടെ പേഴ്സിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് അത് മടക്കി നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ വെക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് പേഴ്സിനകത്ത്. അങ്ങനെ അതുപോലത്തെ നോട്ടുകൾ നമ്മൾ വെക്കാൻ പാടില്ല. അതൊക്കെ ഒരു നെഗറ്റീവാണ് നമ്മുടെ പേഴ്സിന് തരുന്നത്. നമ്മുടെ പേഴ്സിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയാലേ അതിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് നടക്കുകയുള്ളൂ. അപ്പം നിങ്ങളവർക്ക് ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ആരും നമുക്ക് പൈസ കൊണ്ടു തരുന്നില്ല. നമ്മൾ എത്ര ജോലി ചെയ്താലും നമ്മുടെ കൈ മിച്ചം വെക്കാനില്ലാത്തതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കൂടുതലും. നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്, പൈസ എത്ര ഉണ്ടാക്കിയാലും നമുക്കൊന്നും മിച്ചമില്ല. അങ്ങനെ വരുന്ന സമയങ്ങളിൽ നിങ്ങളൊന്നും നോക്കുക, നിങ്ങളുടെ പേഴ്സ് തുറന്ന് നോക്കുക, ഇതിനകത്ത് വേണ്ടാത്ത എന്നതൊക്കെയാണ് വെച്ചേക്കുന്നത് എന്നൊന്ന് നോക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മരിച്ചു പോയവരുടെ ഫോട്ടോ നമ്മൾ പേഴ്സിനകത്ത് വെക്കാറുണ്ട് ഇല്ലേ. അത് നമുക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് വെക്കുന്നത്. നമ്മൾ അങ്ങനെ വെക്കരുതെന്നാണ് പറയുന്നത്. ആ മരിച്ചു പോയവരുടെ ഫോട്ടോ നമ്മൾ പേഴ്സിൽ വെക്കലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ ആദ്യം വരുന്നൊരു ചോദ്യമുണ്ട്, ഗാന്ധിജിയുടെ പടമുള്ള നോട്ടല്ലേ നമ്മൾ പേഴ്സിൽ വെക്കുന്നതെന്ന് ഇരിക്കുന്നത്. അതെടുക്കുമ്പോൾ നമുക്ക് എപ്പോഴേലും സങ്കടം വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും സങ്കടം വന്നിട്ടുണ്ടോ? അയ്യോ ഗാന്ധിജി നമ്മളെ വിട്ട് പോയതാണല്ലോ എന്നോർത്ത് ആരെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടോ? ആരും സങ്കടപ്പെട്ടിട്ടില്ല. അതേസമയം നമ്മുടെ കുടുംബത്തുള്ള ഇപ്പം എൻ്റെ ഇതാണെങ്കിൽ തന്നെ എൻ്റെ മക്കൾക്ക് എൻ്റെ അപ്പൻ്റെയോ അമ്മേനെയോ അവരെ ആരും അവർക്കറിയത്തില്ല. അവർ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊക്കെ സ്നേഹം അറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. പക്ഷേ എൻ്റെ മക്കൾക്ക് അതോർത്ത് സങ്കടപ്പെടണമെന്നില്ല. കാര്യം അവരെ കണ്ടിട്ട് പോലും ഇല്ല. അവരെ കണ്ടിട്ട് പോലും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ അമ്മയെപ്പോലും എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല. അവർക്ക് ആ ഒരു സ്നേഹമോ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ അമ്മയാണ് എന്ന് മാത്രം ഇവർ പറയുമ്പോൾ ഇവർക്കറിയാം. ആ ഒരു ഇത് മാത്രമുള്ള അവരുടെ മനസ്സിൽ. അല്ലാതെ എൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് സങ്കടം വരാനായിട്ട് ഇവർ രണ്ടുപേരും കണ്ടിട്ടില്ല എൻ്റെ അമ്മേനെ. അപ്പോൾ എന്ന് പറയുന്നത് നമുക്കെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ അമ്മയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഭാര്യയുടെ ഫോട്ടോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മളെ വിട്ടു പോയവരുടെ ഫോട്ടോ ആയിരിക്കും നമ്മൾ പേഴ്സ് നമ്മളത് സ്നേഹക്കൂടുകൊണ്ട് വെക്കുന്നത്. പക്ഷെ നമ്മൾ ആ പേഴ്സ് എപ്പോൾ തുറക്കുമ്പോഴും ഇവരുടെ മുഖം കാണും നമ്മുടെ ഉള്ളിലൊരു സങ്കടമാണ് വരുന്നത്. അതൊരു നെഗറ്റീവായിട്ടാണ് വരുന്നത് നമുക്ക്. അതൊരു നെഗറ്റീവാണ് നമ്മുടെ ആ പേഴ്സിലേക്ക് നമുക്ക് വരുന്നത്. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല വരുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത് മരിച്ചു പോയവരുടെ ഫോട്ടോ പേഴ്സിൽ വെക്കരുതെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മളിൽ നിന്ന് തന്നെ നെഗറ്റീവ് ആ പേഴ്സിലേക്ക് ചെല്ലുവാണ്. കാര്യം നമുക്ക് ആ സങ്കടം കൊണ്ട് നമ്മൾ ആ സങ്കടപ്പെട്ട് നമ്മൾ ആ ഫോട്ടോയെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വിഷമമാണ് അതിലേക്ക് വരുന്നത്. അങ്ങനെയാണ് നെഗറ്റീവ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലരിങ്ങനെ പറയുന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരിച്ചു പോയവരുടെ ഫോട്ടോ വെക്കരുതെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ഇങ്ങനത്തെ ചോദ്യങ്ങളും കൊണ്ട് വരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് അറിയാവുന്നവർ ചോദിക്കുകയില്ല, അറിയാൻ മേലാത്തവരാണ് ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് കമൻ്റായിട്ട് അന്നേരം വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോണിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നാണയങ്ങൾ. ചിലർ പേഴ്സിനകത്ത് കുറേ നാണയങ്ങൾ സൂക്ഷിക്കും. അങ്ങനെ നമ്മൾ ഒരുപാട് നാണയങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കരുത്. അങ്ങനെ നാണയങ്ങൾ സൂക്ഷിക്കുമ്പം നമുക്ക് അതിനേക്കാൾ വലിയ നോട്ടുകളുടെ വരവ് കുറയുമെന്നാണ് പറയുന്നത്. നാണയങ്ങൾ മാത്രമായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുകളിലേട്ടുള്ള സംഖ്യകൾ നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുകയെന്നാണ് പറയുന്നത്. നമുക്ക് ഈ നാണയങ്ങൾ മാത്രം നമ്മൾ പേഴ്സിൽ സൂക്ഷിക്കുന്നത് അത് നമുക്ക് ഒരു പണം വരാനുള്ളൊരു നെഗറ്റീവായിട്ടുള്ളതല്ല. നാണയം എന്ന് വെച്ചാൽ 1-2 രൂപ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരുപാട് നാണയങ്ങൾ ഇങ്ങനെ ചില്ലറ പൈസകൾ ഈ പേഴ്സിനൊക്കെ പല ഉറകളുണ്ട്. അതിനകത്തോട്ട് ഇങ്ങനെ നാണയങ്ങൾ അടുക്കിയിട്ടേച്ച് അത് എന്നിട്ട് ഒരു എന്തെങ്കിലും കാണും, അതുകൊണ്ടിട്ട് അതിനകത്തോടെ വെച്ചേക്കും. നമ്മളത് എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ദോഷമാണ്. ദോഷം എന്ന് പറഞ്ഞാൽ നമുക്കതൊരു നെഗറ്റീവാണ്. ദാരിദ്ര്യം പോലുള്ള ഇതൊക്കെ നമുക്ക് വരുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കീറിയ പേഴ്സ്, സിബില്ലാത്ത പേഴ്സ്, അങ്ങനെ കുറേ ഇതുണ്ട്. നമ്മൾ ഉപയോഗിക്കാൻ കൊള്ളുകയില്ലാത്ത സൈസുള്ള പേഴ്സുകൾ. അങ്ങനെയുള്ള പേഴ്സുകൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കിട്ടുകയുള്ളൂ. അത് അങ്ങനെയുള്ള പേഴ്സുകളും കളഞ്ഞ് നിങ്ങൾ നല്ല പേഴ്സുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പച്ചക്കർപ്പൂരും ഉപ്പുകല്ലും കൂടെ ഒരു പേപ്പറിൽ പൊതിയെന്ന് വെച്ചാൽ ഈ ഉപ്പ് അലിയുന്ന സാധനമാണ്. പച്ചക്കർപ്പൂരവും ഉപ്പും കൂടെ ചെറിയ പ്ലാസ്റ്റിക്കിനകത്തൊന്നെങ്കിൽ പൊതിഞ്ഞ് വെക്കുക. ഇല്ലെങ്കിൽ ചെറിയ സൈസ് ഇങ്ങനെ നമ്മൾ ഈ ഒട്ടിക്കുന്ന സൈസ് ചെറിയ കവർ മേടിക്കാൻ കിട്ടും, കുഞ്ഞിക്ക കവർ. അത്ര കവറിനകത്ത് അത് നമ്മളിങ്ങനെ ഒട്ടിച്ച് പേഴ്സിൻ്റെ ഒരു കോണിൽ നമ്മൾ വെച്ചേക്കുക. അത് 41 ദിവസം കൂടുമ്പോൾ 41ാമത്തെ ദിവസം നമുക്കിതെടുത്ത് കളഞ്ഞേച്ച് വീണ്ടും നമുക്ക് അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം ഈ കല്ലുപ്പും കൂടെ വെക്കാം. പിന്നെ നമ്മളിത് വെക്കുന്നതിന് ദിവസങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ച ദിവസം
നല്ല ദിവസമാണ് വെക്കാനായിട്ട്. വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഏതൊരു കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് നല്ലതാണ്. ഇത് കളയാന്ന് പറഞ്ഞാൽ ഈ പച്ചക്കർപ്പൂരവും ഉപ്പും ഇത് കളയുന്ന വെച്ചാൽ ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്തടത്തോ എവിടെയെങ്കിലും മാറ്റി വേണം നമ്മളിടാണ്ട്. ആൾ ചവിട്ടി നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയരുത്, അങ്ങനെ ഇടാതെ എവിടെയെങ്കിലും മാറ്റണം. പിന്നെ ആലില വെക്കുന്നത് നല്ലതാണ്. പേഴ്സിനകത്ത് നല്ല പോസിറ്റീവായിട്ടുള്ള പണത്തിൻ്റെ വരവ് കൂടാൻ നല്ല ഇതാണെന്ന് പറയുന്നത്. പോസിറ്റീവായിട്ട് പണത്തിന് ആകർഷണം ഉണ്ടാകുമെന്ന് പറയുന്നത് നമ്മുടെ പേഴ്സിലേക്ക് വരാനായിട്ടുള്ള അങ്ങനെയുള്ള ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ പണിക്ക് പോകാതിരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞിട്ട്, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം അത് കേട്ടിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ഇടാനായിട്ട്. പണിക്ക് പോകാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാൽ മതിയോ, പൈസ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഈ കുഴി മടിയന്മാരാണ് കേട്ടോ. ഒരു പണിക്കും പോകാൻ ഇഷ്ടമില്ലാതെ ചുമ്മാ ഇരുന്ന് ഫുഡ് അടിക്കാൻ താല്പര്യമുള്ളവരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് വരുന്നത്. ഞാനീ പറയുന്നത് ചുമ്മാ പണിക്ക് പോകാതെ വീട്ടിൽ വായി നോക്കി ഇരുന്നിച്ച് ആരെങ്കിലും കൊണ്ടുവരുന്നതിൽ നിന്ന് മേടിച്ച് തിന്നാനിരിക്കുന്നവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്. മാന്യമായിട്ട് ജോലി ചെയ്ത് അന്തസ്സായിട്ട് കുടുംബം പുലർത്തുന്നവരുടെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. അവർക്കറിയാം അവരുണ്ടാക്കുന്ന പൈസ ചിലപ്പോൾ എത്ര ഉണ്ടാക്കിയാലും അവരുടെ കയ്യിൽ നിൽക്കാതെ അവർക്കത് ചിലവായി പോകുന്നതിനെ പറ്റി അവർക്കറിയാം. അത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവർക്ക് അറിയത്തില്ല, ചുമ്മാ ഇരുന്ന് ഓസിന് ഇരിക്കുന്നവർക്ക് അതറിയത്തില്ല. അങ്ങനെയുള്ളവരാണ് ചോദിക്കുന്നത് ഇതെല്ലാം മാറ്റി വെച്ച് പേഴ്സും കൊണ്ടിരുന്നാൽ മതിയോ, പണിക്കൊന്നും പോകണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അങ്ങനെ കുറേ പെണ്ണുങ്ങളും വരുന്നുണ്ട്, ആണുങ്ങളും വരുന്നുണ്ട്. ഇതൊക്കെ ഒരു പണിയും ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാതെ മടിച്ചന്മാരായിട്ട്. കാര്യം ഇത് കേൾക്കുമ്പം തമ്മനയിൽ കാണുമ്പോൾ ഓർക്കും ആ ഫ്രീ ആയിട്ട് ഏതാണ്ട് പേഴ്സിലോട്ട് വന്ന് കയറും നിർത്തുകൊണ്ട് ഓടി വരുന്നതാണ്. പക്ഷേ വീഡിയോ കണ്ടു കഴിയുമ്പോഴാണ് ജോലിക്ക് പോകണമെന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അന്നേരമാണ് ഇവർ ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടേച്ച് പോകുന്നത്. അതുകൊണ്ട് അവരോടൊന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനൊന്നുമില്ല. എവിടെയും കാണുമല്ലോ ഇങ്ങനെയുള്ള കുറേ മടിയന്മാരും മടിച്ചുകളും കാണുമല്ലോ, അവരങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ വിശ്വാസമുള്ളവർ ഈ കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് സാധിച്ചു കിട്ടും. പിന്നെ പേഴ്സ് എന്ന് പറയുന്ന സാധനം ബഹുമാനത്തോടു കൂടി നമ്മൾ വെക്കേണ്ട കാര്യം. ബഹുമാനം എന്ന് പറഞ്ഞാൽ ആ പേഴ്സ് കൊണ്ട് വെച്ച് ഇങ്ങനെ കൈ തൊഴുത് ഇങ്ങനെ കുമ്പിടണമെന്നല്ല പറഞ്ഞത്. പേഴ്സ് വരുന്നത് ഒന്നെങ്കിൽ നമ്മൾ ടീപ്പോയിലോ അല്ലെങ്കിൽ നമ്മൾ കയറി ഡൈനിങ് ടേബിളിലോ എങ്ങോട്ടെങ്കിലും അല്ലെങ്കിൽ കട്ടിലിൻ്റെ പുറത്തോട്ടോ വലിച്ചെറിയരുത്. ആ പേഴ്സ് എപ്പോഴും നമുക്ക് വെക്കാനൊരു സാധനം വേണം. എപ്പോഴും നമ്മൾ അലമാരിക്കകത്ത് ആ പേഴ്സ് സേഫായിട്ട് വെക്കുന്നതാണ് നല്ലത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ അതിനായിട്ട് നമ്മൾ അവിടെ ഇവിടെ ഇട്ട് തട്ടി മറിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ പണത്തെ ബഹുമാനിച്ചാലേ പണം നമ്മളെ തേടി വരുള്ളൂ. നമുക്ക് പണത്തിനോട് ഒരു ബഹുമാനം ഇല്ലെങ്കിൽ അതൊരിക്കലും നമ്മുടെ കൂടെ നിൽക്കത്തില്ല. നമ്മൾ മനുഷ്യരാണേലും അങ്ങനെയല്ലേ, നമ്മൾ മനുഷ്യരെ സ്നേഹിച്ചാലല്ലേ അവർ നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ. 24 മണിക്കൂറും അവരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കഴിഞ്ഞാൽ അതാ കിടക്കുന്നത് എൻ്റെ പണിക്കാൻ പോകുന്നു പറഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോകും എന്ന് പറഞ്ഞത് തന്നെയാണ്. പൈസയെ നമ്മൾ ബഹുമാനിച്ച് സ്നേഹിച്ച് നമ്മളത് ഭദ്രമായിട്ട്, അതുപോലെ പൈസ ഒരിക്കലും മടക്കി പേഴ്സിൽ വെക്കല്ലോ ഒരുപാടിതായിട്ട്. അത് നിവൃത്ത് തന്നെ പേഴ്സിൽ പൈസ വെക്കാം. പിന്നെ കടം മേടിക്കുന്ന പൈസ പേഴ്സിൽ നമ്മൾ സൂക്ഷിക്കലെന്നാണ് പറയുന്നത്. നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റായിട്ട് തരുന്ന പൈസ അത് പേഴ്സിൽ വെക്കുക. അത് നമ്മൾ ഉടൻ തന്നെ എടുത്ത് അത് അടുത്തയാളുടെ കയ്യിലോട്ട് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അത് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം അത് നമ്മൾ തന്നെ തട്ടിക്കളയാമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചിലപ്പോൾ നമുക്ക് കൈനീട്ടമൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അടുത്തയാൾക്ക് കൊടുക്കാൻ എന്നാൽ പിന്നെ ഈ പൈസ അവർക്കും കൊടുത്തേക്കാം എന്നും പറഞ്ഞ് നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളുടെ കയ്യിൽ ഒരു നാണയത്തിട്ടുള്ളവരും അത് മറ്റൊരാൾക്ക് കൊടുത്താലും കുഴപ്പമില്ല. ഈ പൈസ നിങ്ങളുടെ പേഴ്സിൽ വെക്കാം. നിങ്ങൾക്ക് ഒരാൾ തരുന്നതാണ്, സന്തോഷത്തോടെ തരുന്ന ഒരു കാര്യമാണത്. ആ സന്തോഷത്തോടെ തരുന്ന കാര്യം നമ്മുടെ പേഴ്സിൽ തന്നെ നമ്മൾ വെക്കുക. അതെടുത്ത് ഉടനെ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പേഴ്സിനെ പറ്റി ചോദിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ പേഴ്സ് നമ്മൾ സൂക്ഷിക്കുന്നതിനുള്ള കാര്യം. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഇടുക കേട്ടോ. അത് മറ്റുള്ളവർക്ക് കൂടെ പ്രയോജനപ്പെടുമല്ലോ. അപ്പോൾ നമുക്കിതിനി അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ.